ശബരിമല സന്നിധാനത്ത് ഈ രജസ്വലകളായ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ആ ഒരു വിഷയം അങ്ങ് അതിനൊരു ഉത്തരം പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ കൂടിയും ഇന്ന് ഒരാശങ്ക ആ കൂടെ ഞാൻ പറയാം. ഇന്ന് കോടിക്കണക്കായ മനുഷ്യൻ്റെ മനസ്സിലും നമ്മുടെ പരമോന്നത നീതിപീഠത്തിലും പരമോന്നത നിയമനിർമ്മാണ സഭയിലുമൊക്കെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അലയടിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ശബരിമലയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്? വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടോ മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങളിലോ കണ്ടിട്ടില്ല. എന്നാൽ അങ്ങ് ആ കാര്യത്തിന് ഉത്തരം തന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വ്യക്തതയോടുകൂടി എന്താണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ളതിൻ്റെ കാരണം ഒന്ന് അറിയാൻ വേണ്ടി വിശദീകരിക്കണം. അതെ, നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം, അതാണ് അയ്യപ്പ വ്രതം. നമ്മളും മണ്ഡലകാലത്ത് ആ വ്രതം തന്നെ നോക്കേണ്ടത്. അതായത് ഓരോ അയ്യപ്പനും നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതമാണ് മണ്ഡലകാലത്ത് നോക്കേണ്ടത്. ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നോക്കുന്ന ആ വ്രതമാണ് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ. അറിവിന് വേണ്ടി ചരിക്കുന്നവർ, അതായത് നൈഷ്ഠികമായിരിക്കുന്ന നിർദ്ദിഷ്ടമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയെ നിയന്ത്രിച്ച് മുന്നോട്ട് നയിക്കുന്നവർ. നിർദ്ദിഷ്ടമായ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് മണ്ഡലകാലത്ത് ഈ മഹാവൃക്ഷ പ്രകൃതിക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടിയിട്ട് ഈ മഹാവൃക്ഷ പ്രകൃതിയെ പരിപാലിക്കുവാൻ പശ്ചിമഘട്ടത്തിൻ്റെ 18 പൂങ്കാവനങ്ങളിലും മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പാലനം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നൈഷ്ഠികമായിരിക്കുന്ന ആ ബ്രഹ്മചര്യം, ആ അറിവിന് വേണ്ടിയിട്ട് ചരിക്കുന്നവരുടെ കൂട്ടമാണ് അയ്യപ്പന്മാർ. അപ്പോൾ മറ്റൊരു ചോദ്യം, ഈ അയ്യപ്പൻ്റെ ആ പ്രതിഷ്ഠ അത് ത്രേതായുഗ കാലത്ത് അല്ലെ അതിനുശേഷം ശാസ്താവിൻ്റെ ആ അറിവിൻ്റെ പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ നിർദ്ദിഷ്ടമായ ആ ലക്ഷ്യം, ആ നൈഷ്ഠികം ആയിട്ടുള്ള ആ ലക്ഷ്യം, അത് എന്തിനു വേണ്ടിയായിരുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി. ഉത്തരേന്ത്യയിലേക്ക് വന്നാൽ അവിടെ ഹിമാലയത്തിനാണ് സ്ഥാനം. അതിൻ്റെ റേഞ്ചിലാണ് അവിടെ ജീവൻ പർവ്വതീകരിക്കപ്പെടുന്നത്. ലോകത്ത് ജീവനെ പർവ്വതീകരിക്കുന്ന മഹാപർവ്വതമാണ് ഹിമാലയം. ഇപ്പോൾ മഹാഭാരതത്തിലും അതുപോലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഈ ഹിമാലയത്തിൻ്റെ ആ വൈഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹിമാലയത്തിന് ചുറ്റും 33 കോടി ചരാചരങ്ങളുണ്ടായിരുന്നു. ചരാചരങ്ങൾക്ക് കാരണമായിരിക്കുന്ന പർവ്വതമാണ് ഹിമവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനെ പർവ്വതീകരിക്കുന്ന ടവർ അതാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ഊഷരഭൂമിയായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം ഇവിടെ ഈ ഹിമാലയത്തിൻ്റെ ആ ഹൈ റേഞ്ചിനപ്പുറത്ത് ഇന്ത്യൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കുമാരന്മാർക്കാണ് പ്രാധാന്യം. ഇവിടെ പർവ്വത കുമാരന്മാർക്കാണ് പ്രാധാന്യം. അതിലേറ്റവും പ്രാധാന്യമുള്ള പഴനിമല ഉൾപ്പെടെയുള്ള ഈ മലകൾക്കാണ്, മൗണ്ടുകൾക്കാണ് പ്രാധാന്യം. മാമരത്താൽ മേരും ആരുതന്നെ മെരുക്കി മാരിയേത്തരും മരുവേ മറച്ചു മരുകം നൃത്തമാടും മേരുമുരുക ക്ഷേത്രം. അങ്ങനെയുള്ള മൗണ്ടുകൾ, കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകൾ, ആ മൗണ്ടുകളാണ് ഇന്ദ്രധനുസിനെ കുലച്ച്, അതായത് ഇന്ദ്രൻ്റെ വജ്രായുധത്തെ തടുക്കുന്ന ഉഗ്രായുധമായിരിക്കുന്ന വേലുകളാൽ ഈ ലോകത്ത്, ഈ സൗത്ത് ഇന്ത്യയിൽ മഴയെ പെയ്യിക്കുന്ന വൈഭവം, മാരിയെ കുമാരിയാക്കുന്ന വൈഭവം, അല്ലെങ്കിൽ മാരിയെ എത്തിക്കുന്ന വൈഭവം ഈ നമ്മുടെ ഇവിടുത്തെ ഹൈ റേഞ്ച് ആയിരിക്കുന്ന ഈ പർവ്വതങ്ങൾക്കാണ്, ഈ പർവ്വത കുമാരന്മാർക്കാണ്. അപ്പോൾ ഈ കുമാരഖണ്ഡം എന്ന് പറയുന്ന ഈ സൗത്ത് ഇന്ത്യയിൽ അത് യമപീഠവും കൂടിയാണ്. തമിഴകം എന്ന് പറഞ്ഞാൽ, തമ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. മരണകാരണമായിരിക്കുന്ന തമസിന് പ്രാധാന്യമുള്ള, ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള, മരണത്തിൻ്റെ പീഠമായിരിക്കുന്ന സംയമനിയിലെ ആ മരണപീഠത്തിൽ, യമപീഠത്തിനെ അതിജീവിക്കുവാൻ മുരുക ഭക്തിയാൽ, അതായത് ഈ മൗണ്ടുകളെ സംരക്ഷിച്ച് ഒരു പർവ്വതങ്ങളും ശരിക്കും പറഞ്ഞാൽ ജലത്തെ ഗർഭം ധരിക്കാതെ, അഗ്നിയെ ഗർഭം ധരിക്കാതെ, ഇത് ഉറവയാൽ നദികളെ ജനിപ്പിക്കുന്ന, ജീവനെ പർവ്വതീകരിക്കുന്ന പർവ്വതങ്ങളായിട്ട് മാറുന്ന സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളാണ് സൗത്ത് ഇന്ത്യ. അപ്പം നമ്മളുടെ ഈ വൈഷ്ണവാരാധനയും ഈ മുരുകാരാധനയും തന്നെയാണ് നമ്മളുടെ ഇവിടെ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തെ സൃഷ്ടിക്കുന്നത്, ജീവനെ പർവ്വതീകരിക്കുന്നത്. അല്ല, അത് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി അത് അതിനെക്കുറിച്ച് പഠിക്കുകയും
ഇപ്പം ഈ പറഞ്ഞ ഈ പശ്ചിമഘട്ടം 1600 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച്, പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 1,60,000 ചതുരശ്ര വിസ്തൃതിയുള്ള പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയും അതിനു വേണ്ടിയിട്ട് നൈഷ്ഠികമായിരിക്കുന്ന ആ നിർദ്ദിഷ്ടമായിരിക്കുന്ന ഈ പരിസ്ഥിതിയെക്കുറിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയും അതിനു വേണ്ടി ചരിക്കുകയും വ്രതം നോക്കുകയും ചെയ്യുന്നവരുടെ ഒരു ലോകമാണ് ഈ മണ്ഡലകാലത്ത് നമ്മൾ അവിടെ കാണുന്നത് പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്ന അയ്യപ്പന്മാർ. അങ്ങനെ പറഞ്ഞത് മനസ്സിലായി. അവിടെ ഈ ഒരു പ്രത്യേക കാലയളവിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കേണ്ട ആവശ്യകത അവിടെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവിടെ ശാസ്താവിൻ്റെ മുദ്ര തന്നെ രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്യുന്ന മുദ്രയാണ്, ചിന്മുദ്രയല്ല. ചിന്മുദ്ര ഇങ്ങനെയാണ് ചിന്മുദ്ര. അതായത് ഏറ്റവും താഴെ ചിന്മുദ്ര പിടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം വളരെ വലിയ ശാസ്ത്ര തത്വമാണ് ഇതിനകത്തുള്ള. ഏറ്റവും താഴെ മണ്ണാണ്, അതിനു മുകളിലാണ് ജലം, അതിനു മുകളിൽ വായുവാണ്, അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്നുയർന്നാണ് ഭൂമി ഗാത്രം ആനന്ദ സ്വരൂപമായിട്ട് വർത്തിക്കുന്നത്. ഇപ്പുറത്ത് വരുമ്പോൾ ഏറ്റവും താഴെ ത്വക്കാണ്, അതിന് മുകളിൽ നാക്കാണ്, അതിന് മുകളിൽ മൂക്കാണ്, അതിനു മുകളിൽ കണ്ണാണ്, അതിനു മുകളിൽ ചെവിയാണ്. നേത്രേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും ചേർന്നുയർന്ന് ആനന്ദ സ്വരൂപമായിട്ട് നമ്മളുടെ ജീവഗാത്രം, നമ്മുടെ ശരീരം വർത്തിക്കട്ടെ. അപ്പോൾ അത് ഇങ്ങനെ പിടിക്കുമ്പോഴാണ്, അതായത് ത്വക്കിന് മുകളിൽ നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഇവ ഈ കാണുന്ന പൊസിഷനിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ്, നേത്രേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും ഉയർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ബോധതലത്തിലേക്ക് വരുന്നത്, നമ്മളുടെ ബ്രഹ്മശക്തി വർദ്ധിക്കുന്നത്. ഇത് നേരെ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഈ ബ്രഹ്മശക്തി കൂടുന്നത്. ഇതാണ് ബുദ്ധിയുടെ മുദ്ര, ചിന്മുദ്ര. ഇത് നേരെ തിരിച്ചു പിടിച്ചാലോ രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മണ്ണും ജലം ചേരുമ്പോൾ പ്രോട്ടോണാണ്, അഗ്നിയും ആകാശവും ചേരുമ്പോൾ ഇലക്ട്രോണാണ്, വായു എന്ന ഏകഭൂതം ന്യൂട്രോണാണ്. ഇത് ദൈവഗണമാണ്, കാരണഗണമാണ്. ഇത് ജൈവഗണമാണ്, ഏകഭൂതമായിരിക്കുന്ന വായുവാണ്, ചാർജ് ഇല്ലാത്ത ഗണമാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ഗണമാണ്, ഇത് നെഗറ്റീവ് ഗണമാണ്. ഇതാണ് 3 പിൻ പ്ലഗ് എന്ന് പറയുന്ന ത്രിഗണ വൈഭവം. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ ത്രിഗുണം ജനിക്കുന്നത്. അപ്പോൾ ഈ ത്രിഗുണത്തിൽ ഇത് രണ്ടും ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നത്. രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിട്ട് മണ്ണിനും വായുവിനും മാത്രം, ജൈവശക്തിയായിരിക്കുന്ന വായുവിനും ഈ മണ്ണിനും ജലത്തിനും മാത്രം പ്രാധാന്യമുള്ള ഒരു ലോകം. അതുമാത്രമാണ് ശാസ്താവിൻ്റെ മുദ്ര ശാസ്താവ് തന്നെ ഇങ്ങനെയുള്ള രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് എന്നാണെങ്കിൽ, ശൈവശക്തിയാൽ വൈഷ്ണവശക്തിയാൽ വിഷ്ണുവിൻ്റെ മായയിൽ മോഹിനീഭാവത്തിൽ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ രജോ ഗുണം ആവശ്യമില്ല. അവിടെ അതായത് രജസ്വലയായിട്ടുള്ളവർക്ക് പ്രവേശനമില്ല. ഒന്നുകൂടെ പറയാമോ? ശിവന്, അതായത് മണ്ണിനും ഈ സസ്യപ്രകൃതിയുടെ മായാമോഹിനി ഭാവമായിരിക്കുന്ന ചെറുവൃക്ഷങ്ങൾ, അതായത് രാജമല്ലി, ചെത്തി, ചെമ്പരത്തി എല്ലാം ശ്രീനാമങ്ങളാണ്. ആ നാമങ്ങളിൽപ്പെട്ട ചെറിയ സസ്യങ്ങൾക്കും പായൽ സസ്യങ്ങൾക്കും പൂപ്പൽ സസ്യങ്ങളും ഉൾപ്പെടെയുള്ള സസ്യലോകത്തിന് ആ മണ്ണും ആ സസ്യലോകവും, അതായത് ശിവനും സസ്യലോകവും ചേരുമ്പോൾ അവിടെ പീഠത്തിൽ ഉറയ്ക്കുന്നത് ലോകമാതാവായിരിക്കുന്ന പാർവതിയാണ്. കാരണം ചതുർബാഹുവാണ് വിഷ്ണു. പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ചതുർബാഹു ആകുമ്പോൾ 2 കൈകൾ, ആ മുകളിലത്തെ 2 കൈകൾ ഒന്ന് അഗ്നിയെ തടുക്കുന്നു, ഒന്ന് ആകാശത്തെ നിയന്ത്രിക്കുന്നു. ചതുർബാഹു എന്ന് പറയുന്നത് വൃക്ഷമാണ്, വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ഒരു കൈ അഗ്നിയെ തടുക്കുന്നു, ഒരു കൈ ആകാശത്തെ തടുക്കുന്നു. താഴെ അഗ്നിയെയും ആകാശത്തെയും ചേർത്ത് രഞ്ജിത രജോഗുണത്തെ താഴെ നിഴലിനെ സൃഷ്ടിക്കുന്നു. താഴത്ത് ഗതയെ പ്രതികരിക്കുന്ന, ശങ്കര പ്രതികരിക്കുന്ന ആ കൈകൾ ചതുർബാഹു എന്ന് പറയും. അത് താഴത്തെ കൈകൾ എന്ന് പറഞ്ഞാൽ ഒരു കൈ ഗതയാണ്, ഒരു കൈയോ ശംഖാണ്. ശംഖിലെ തീർത്ഥമാണ്, ഗത മണ്ണിനെ പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വിഷ്ണുവിൻ്റെ 4 കൈകൾ അഗ്നിയെ തടുക്കുന്നു, ആകാശത്തെ നിയന്ത്രിക്കുന്നു. ഒപ്പം താഴത്തെ 2 കൈകൾ കൊണ്ട് ചെയ്യുന്നത് മണ്ണിനെയും ജലത്തെയും ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പീഠത്തിൽ ഈ സാത്വിക ഗുണത്താൽ, സത്വഗുണത്താൽ, രജോ ഗുണത്താലല്ല, സത്വഗുണത്താൽ മണ്ണിൽ ജലത്തെ നിത്യതൃപ്തമായിട്ട് ചേർത്ത് വയ്ക്കുവാൻ, ശബരി പീഠത്തിൽ ശബരത്തെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുവാൻ അവിടെ രജോ ഗുണം ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. സത്വഗുണവും
തമോ ഗുണവും മാത്രമാണ് അവിടെ ആവശ്യമുള്ളൂ. ശൈവശക്തിയും മഹാവൈഷ്ണവ ശക്തിയും മാത്രമാണ് ആവശ്യമുള്ളൂ. മഹാവൈഷ്ണവ ശക്തിയുടെ പൊക്കിൾക്കൊടിയിൽ നിന്നും ശൈവശക്തിയാൽ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. ശിവന്റെ വൈഭവത്താൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. ആ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രവിധിയാണ് അവിടുത്തെ ക്ഷേത്രവിധി. അപ്പോൾ അവിടെ വൈഷ്ണവ ലോകത്തിൻ്റെ വിഷ്ണുവിൻ്റെ അല്ലെ ആ വൈഷ്ണവ ലോകത്തിൻ്റെ മോഹിനി രൂപവും ശിവന്റെ രൂപവും ശിവനും മാത്രം മതി. അതെ, ഈ ശിവനിൽ ഈ മണ്ണിൽ വിഷ്ണുവിൻ്റെ മോഹിനീഭാവമായിരിക്കുന്ന, അതായത് വിഷ്ണുവിൻ്റെ ശ്രീഭാവമായിരിക്കുന്ന, ജാതി തൊട്ട് താഴത്തേക്കുള്ള ശ്രീഭാവമാണ്, ആ ശ്രീഭാവമായിരിക്കുന്ന മോഹിനീഭാവത്തിൽ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. പത്മനാഭൻ്റെ നാഭിയിൽ വിടരുന്ന പത്മത്തിൽ വിരിയുന്നതാണ് ബ്രഹ്മശക്തി. അപ്പോൾ ആ ബ്രഹ്മശക്തി ജനിക്കണമെങ്കിൽ അവിടെ സ്ത്രീ ആവശ്യമില്ല. സസ്യലോകത്തിൻ്റെ തന്നെ മോഹിനീഭാവത്തിൽ നിന്നും ഈ ശൈവശക്തിയിൽ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. അവിടെയാണ് ബ്രഹ്മശക്തി ജലത്തിൻ്റെ മായ മാത്രമാകുന്നത്. നമ്മൾ ജലത്തിൻ്റെ മായ മാത്രമാണ്, അത് മായുന്നതുമാണ്, അത് രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ മറയുന്നതുമാണ്. ഇതാണ് ഈ മായ എന്ന് പറയില്ലേ. അപ്പോൾ ഈ ശാസ്താവ് ശരിക്കും ഇവിടെ രജസ്വലുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് പ്രവേശനം വേണ്ട എന്ന് കാണിച്ചിരിക്കുന്നത് അടയാളം തന്നെയല്ലേ ഇത്? അതല്ല, നൈഷ്ഠികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നൈഷ്ഠികമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം എന്ന് അറിയുമ്പോഴാണ് ഈ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഉണ്ടോ എന്ന് അറിയുന്നത്.